ഐഡിയസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കളർ പിക്കിംഗ് ടൂളിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഏകദേശം ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ പിക്കിംഗ് ടൂൾ യൂസ് ചെയ്യുന്നതെന്ന്. അത് ഐഡ്രോപ്പർ ടൂൾ എന്നുള്ളതാണ്. അത് ഈ കളർ പിക്കിംഗ് ടൂളിലെ സെക്ഷൻ്റെ അകത്തുള്ള സബ് ടൂൾസാണ് ഈ കാണുന്നതെല്ലാം. ഇതിനകത്ത് ഫസ്റ്റ് ടൂളാണ് ഐഡ്രോപ്പർ ടൂൾ. ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു നേരത്തെ, ഇതിന് മുമ്പുള്ള വീഡിയോ അതായിരുന്നു. നെക്സ്റ്റ് ടൂൾ അതിനകത്ത് കളർ സാമ്പിളർ ടൂൾ എന്നുള്ളതാണ്. കളർ സാമ്പിളർ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ കളറ്, ആ കളറ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് എന്നറിയാനായിട്ട്, അതായത് കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളർ രണ്ട് ടൈപ്പ് ഉണ്ട്, RGB ഉണ്ട്, CMYK ഉണ്ട്. നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന CMYK ആണ്. പ്രിൻറ്റിങ്ങിന് ആവശ്യമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് CMYK ആണ്. ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റുഡിയോകളിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ RGB കളറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ സാമ്പിൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ആ കളർ സാമ്പിൾ ടൂള് ക്ലിക്ക് ചെയ്തു. പിന്നെ ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഈ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്കിത് ഈ ഇമേജിൻ്റെ അകത്ത് ഒരു പോർഷൻ, ആ ഒരു പോർഷനിലെ കളറ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സ്കിന്നിൻ്റെ ആ ടോൺ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടൂൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ കളറിൻ്റെ പോയിൻ്റ് സേവ് ആവുന്നതാണ്. അതായത് ഇതിനകത്ത് റെഡ് 255 ഇതുണ്ട്, ഗ്രീൻ 201, ബ്ലൂ 192. അപ്പോൾ നമ്മളിവിടെ ഓരോ പ്രാവശ്യവും ഏത് കളറിൻ്റെ പോർഷനിലാണ് കൊണ്ടുവരുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കളറുകൾ ചേഞ്ച് ആകുന്നത്. അതായത് ഇപ്പോൾ RGB കോഡ് നമ്മുടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ പോർഷൻ, ആ ടൂളിൻ്റെ പോയിൻ്റ് കൊണ്ടുവരുന്ന പോർഷനിലെ കളറിൻ്റെ പെർസെൻറ്റേജുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ RGB ആണ് നമ്മളിവിടെ സേവ് ആയിരുന്നത്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഫോട്ടോ RGB ഫോട്ടോ ആണ്. ഈ ഫോട്ടോ RGB ആണോ CMYK ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇമേജിൽ പോവുക, മോഡ് ചെക്ക് ചെയ്യുക. മോഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും RGB ആണോ CMYK ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇത് RGB ആണ് ഈ ഫോട്ടോ, അത് കാരണമാണ് RGBയിൽ ടിക്ക് മാർക്ക് കിടക്കുന്നത്. ഇനി നമുക്ക് CMYKയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് CMYK ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CMYKയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ CMYK ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ അവർ യു ആർ അബൌട്ട് ടു കൺവേർട്ട് ടു CMYK യൂസിങ് ദ യൂസ് വെബ് കൊറക്റ്റഡ് അങ്ങനെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു വാർണിംഗ് മെസ്സേജാണ് അത്. അപ്പോൾ അത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അത് നേരെ കളർ ചേഞ്ച് ആവുന്ന കാണാം. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ അൺഡു ചെയ്യാൻ നേരത്തെ ആ വേരിയേഷൻ കാണുന്നതാണ്. അപ്പോൾ അതാണ് ഈ RGBയും CMYKയും എങ്ങനെ ഈ പിക്ചറിനെ മാറ്റാമെന്ന്. നമുക്കിപ്പോൾ RGBയിലേക്കാണ് നമുക്ക് നോക്കുന്നത്. ഞാൻ RGB സെലക്ട് ചെയ്തു. ഇപ്പോൾ RGB കോഡ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിക്കിംഗ് ടൂൾ എടുത്തു, അതായത് കളർ സാമ്പിളർ ടൂൾ എടുത്തു. അതെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പോയിൻ്റ് ഏത് കളർ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാനായിട്ട് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ടൂൾ കൊണ്ടുപോകാൻ നേരത്ത് ഇവിടെ മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ RGB. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ ഒരു പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു കളർ കോഡ് നമുക്ക് നോക്കാം. ഈ പോർഷനിൽ ഇത് എത്രയാണെന്ന് നോക്കാം. ഞാനത് അവിടെ ഒരു ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ രണ്ടാമത്തെ കോഡിൻ്റെ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ആ കളറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള ഇതിൽ അത് വന്നിട്ടുണ്ട്. അതാണ് ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് CMYK ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. CMYK ആയിട്ട് ഞാൻ അടുത്ത ഇമേജിൽ പോയി മോഡിൽ ചെന്നു CMYK കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വന്നു. ഈ ഓപ്ഷനിലേക്ക് നമുക്ക് ഡോണ്ട് ഷോ ഒക്കെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നേരത്തെ ഒരിക്കലും ആ ഒരു മെസ്സേജ് വരുന്നതല്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പിക്ചർ CMYK ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ CMYKക്ക് മാറ്റിയപ്പോൾ നമുക്കിവിടെ കാണാം RGB മോഡ് മാറിയിട്ട് CMYKയുടെ കോഡ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ CMYK പെർസെൻറ്റേജ് ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് നമ്മളിവിടെയാണ് ക്ലിക്ക് ചെയ്തിരുന്നത്, ആ പോയിൻറ്റിൻ്റെയും CMYK പെർസെൻറ്റേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ ഇതിൻ്റെ അകത്ത് മാക്സിമം എനിക്ക് തോന്നുന്നു 4 വരെ അത്രയും നമുക്ക് പോയിൻ്റിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നാലാമത്തെ പോയിൻ്റ്, അഞ്ചാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരതിന് വാർണിംഗ് മെസ്സേജ് ചെയ്തു, കുഡ് നോട്ട് ക്രിയേറ്റ് എ ന്യൂ സാമ്പിളർ ബിക്കോസ് ദ മാക്സിമം നമ്പർ ഓഫ് സാമ്പിളേഴ്സ് ഇസ് 4. ഓക്കെ. അപ്പോൾ 4 സാമ്പിളർ പിക്കിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ടൂൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഈ ടൂളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കമ്പനികളുടെ ബ്രാൻഡിങ് അവരുടെ ലോഗോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും പിന്നെ അതുമല്ല
അവരുടെ ആ ലോഗോൻ്റെ കളറുകൾ അല്ലെങ്കിൽ ആ ഏത് കളറാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കളർ ഉണ്ടാവും. ഒരു ലോഗോ ആകുമ്പോൾ നമുക്ക് ഒരു 2 കളർ 3 കളേഴ്സ് ഉണ്ടാവും. പക്ഷേ ആ കളറിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഈ ടൂള് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കളറിലുള്ള വാല്യൂ അത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൂള് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് ആ വാല്യൂ അറിയുന്നത് എന്തെന്ന്. ചില കമ്പനികളുടെ വർക്കുകൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അവർക്ക് ആ കളറ് കറക്റ്റായിട്ട് കിട്ടണമെന്ന് ഉണ്ട്. ചില വലിയ കമ്പനികൾ, അതായത് ഈ ഹോണ്ട അങ്ങനെയുള്ള സാംസങ് അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ വർക്കുകൾ ചെയ്യുമ്പോൾ അവർക്ക് നിർബന്ധമായിട്ടും ആ കളറ് വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് അറിയണം. അങ്ങനെ വരാൻ നേരത്താണ് നമ്മൾ ഈ കളർ ടൂള്, ഈ പിക്കിംഗ് ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളൊരു പ്രസ്സിലേക്ക് അതിൻ്റെ കളർ കോഡ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ന കളറ് ഇത്ര പെർസെൻറ്റേജാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്കത് അറിയാൻ പറ്റും, പക്ഷേ ഇത്ര പെർസെൻറ്റേജ് വേണം എന്ന് നമ്മൾ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വരുന്ന കളറിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് നോട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത് ഫോട്ടോഷോപ്പിൽ ഇച്ചിരി ഉപകാരമുള്ള ടൂൾ തന്നെയാണ്. കാരണം ചില പ്രൊഫഷണൽ ഡിസൈനിങ്ങിലേക്ക് വരാൻ നേരത്തെ ഈ ടൂളുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് കളർ പിക്കിംഗ് ടൂളിലെ രണ്ടാമത്തെ ടൂള്. വളരെ ഉപകാരമുള്ള ടൂളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.